ശിഷ്യന്മാർ വീണ്ടും യേശുവിനോട് ചോദിച്ചുകൊണ്ട്, അങ്ങയുടെ മടങ്ങി വരവ് മനുഷ്യപുത്രന്റെ ഒരു ദിവസം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വരും. ദേവപിള്ളകൾ, കർത്താവേ അങ്ങ് വരണമേ, ഈ കഷ്ടതയും ദുഷ്ടതയും നിറഞ്ഞ ലോകത്തിൽ നിന്ന് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ചിലർ ആ ദിവസം കാണുകയില്ല താനും. അപ്പോൾ വരവിൻ്റെ ലക്ഷണങ്ങൾ. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇവിടെ പല പിള്ളേകളും വെളിനാട്ടിലിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഒരു വിദേശ രാജ്യത്ത് പോകാൻ ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് നേരെ പോകത്തില്ല. ഒരു വിമാനം വരുന്നതിന് മുമ്പ് അവിടെ ഡിസ്പ്ലേ കാണിക്കും. ഈ വിമാനം ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് യാത്രയിലായിരിക്കുന്നു, 1.5 മണിക്കൂറുകൾക്കകം എത്തിച്ചേരും. പല പ്രാവശ്യവും ഇത് കാണിച്ചുകൊണ്ടേയിരിക്കും. വിമാനം ഏകദേശം തിരുവനന്തപുരത്ത് അടുക്കാറാകുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരും, അടുത്ത 10 മിനിറ്റുള്ളിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ മുന്നറിയിപ്പുകൾ വിശുദ്ധ ബൈബിൾ പ്രകാരം മനുഷ്യപുത്രൻ്റെ ദിവസം എങ്ങനെയായിരിക്കും? ഇനി ബൈബിൾ നിങ്ങൾ കൂടെ വെക്കണം. ഒരു സ്റ്റഡി ക്ലാസ്സിലിരിക്കുന്നവർ നോട്ട് ചെയ്യണം. വായിക്കാം. ഞാനല്ല, സാം വിക്ടർ പാസ്റ്ററല്ല, യേശു പറഞ്ഞു ആ ദിനത്തിൻ്റെ പ്രത്യേകത. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിനും ഉണ്ടാകും. നമ്മുടെ നാഥന്റെ വരവിലും മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകും. അടുത്ത വാക്ക്, നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്തത് ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അവിടെ നിൽക്കട്ടെ. നമ്മുടെ പഠനഭാഗം സ്കൂളുകൾ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് പോലെ കേൾക്കണം. വലിയൊരു ഉണർവല്ല. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. അപ്പോൾ നോഹയുടെ കാലത്ത് അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ മുടിച്ചു കളഞ്ഞു. ഇന്നലെ പറഞ്ഞ ഒരു ഭാഗം കൂടെ എടുത്തിട്ട് നോഹയുടെ കാലത്തിലേക്ക് വരും. കുഞ്ഞ് വായിച്ചും തരും. ഇന്നലെ ഞാൻ ഉൽപ്പത്തി 5 പുസ്തകങ്ങൾ മോശയാൽ, ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, സംഖ്യ, ലേവിയ. ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ഉൽപ്പത്തി 2 മനുഷ്യൻ്റെ സൃഷ്ടി, ഉൽപ്പത്തി 3 പാപത്തിൻ്റെ സൃഷ്ടി. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ഉൽപ്പത്തി 2 ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എത്യോപ്യയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവരെ കൊണ്ടുവന്നതാ ഏദനിനകത്ത്. ഏദനിനകത്ത് കൊണ്ടുവന്നിട്ടാം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അടക്കി വാഴണം, പെറ്റുപെരുകണം, സന്താനപുഷ്ടിയുള്ളവരാകണം, നിത്യം ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ സിൽവേപുരത്തെ ദൈവമക്കൾ, കർത്താവിന് ഊളിയക്കാർ, കർത്താവിൻ്റെ ദാസന്മാർ വിവാഹം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഏദന്റെ പൂങ്കാവനത്തിൽ ആദമ്യ കുടുംബത്തെ അനുഗ്രഹിച്ച് കുടുംബജീവിതം സംയോജിപ്പിച്ച ദൈവത്തിൻ കരത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കേട്ടോണം. ഇത് ക്ലിയർ കേൾക്കണം. എത്യോപ്യയിൽ നിന്ന് 2 പേരെ സൃഷ്ടിച്ച് ഏദനിൽ കൊണ്ടുവന്ന അവരെ കുടുംബമായി ആശീർവദിക്കുന്നു. അടക്കി വാഴുക, പെറ്റുവരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. അപ്പം ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? സന്തോഷമില്ലല്ലോ, നമ്മുടെ വാക്ക് പോയി. ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? സബ് രജിസ്ട്രാറാണോ? സ്വോത്രം. അല്ലേ കളിക്കാവിളയിലെ പോലീസ് അധികാരികളാണോ? അല്ലെങ്കിൽ തിരുനെൽവേലിയിലെ കോടതിയാണോ? അല്ല. ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. இந்த பக்கத்திலே CSI പള്ളി ഇരിക്കുന്നത്, കത്തോലിക്ക പള്ളി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ലൂതറൻ മിഷൻ. അവിടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ ഒരു പാട്ട് അച്ഛന്മാർ പാടാറുണ്ട്, വൈദികർ. വാനിൽ നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത്. ആരത് കേൾക്കും? നമ്മളേതെങ്കിലും ശവക്കല്ലറിൽ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. അതാ അച്ഛൻ പാടുന്ന സ്വർഗത്തിലെ ദൈവത്താൽ അനുഗ്രഹിച്ച കല്യാണം ഞങ്ങൾ നിഴലായി പ്രതിപുരുഷന്മാരായി ഇത് ചെയ്യുന്നു. സ്വോത്രം. അങ്ങനെ പറഞ്ഞിട്ട് ആദ്യത്തെ കല്യാണം നടത്താൻ നിൽക്കട്ടെ. അപ്പം ദൈവം മനുഷ്യന് കൊടുത്തത് എന്താ? ആദമന് തുണയായി തക്ക തുണ. കരമുയരുന്നില്ലല്ലോ. ഇതാ ദൈവം കൊടുത്തത് തക്ക തുണ. ആ കുടുംബമാ പിശാച് തകർത്തത്. 2 ആദമ്യ കുടുംബത്തിൽ 2 തലമുറകൾ. കേട്ടോണേ. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവകരങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ എന്നും സായം സന്ധ്യയിൽ സ്വർഗം ആദമ്യ കുടുംബത്തിൽ ഇറങ്ങി വന്ന് അനുഗ്രഹം കൊടുക്കുന്നതാണ്. എല്ലാവരും കേൾക്കണം.
തേജസ് നഷ്ടപ്പെടുത്തി ആദം പുറത്തായപ്പോൾ സ്വർഗം ചോദിച്ച, ആദമേ നീ എവിടെ? അന്ന് തൊട്ട് മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുതപിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും ഹല്ലേലൂയ നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ, കായീൻ ഹാബേൽ. അവരെ സ്വർഗം വിളിച്ചു. എവിടത്തേക്ക് വിളിച്ചെന്നറിയാമോ? അവസാനം അത് കേൾക്കുമ്പോൾ ആരെടുക്കപ്പെടും? കായീൻ ഹാബേലും ആരാധനയ്ക്ക് വേണ്ടി വന്നു. നിലത്തിലെ ആരാധന. കായീൻ എന്തുകൊണ്ടുവന്ന് പല സൺഡേ ക്ലാസ്സിലെ ടീച്ചേഴ്സും പറയാറുണ്ട്, എലി മാന്തിയ കാച്ചിലും എലി മാന്തിയ മരച്ചീനിയൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. അതൊന്നും തെറ്റാ. ബൈബിൾ വായിക്കണം. മേൽത്തരമായ ഫലങ്ങളാ ആര് കൊണ്ടുവന്ന്? കായീൻ കൊണ്ടുവന്നത്. ചാക്കും കെട്ടുമൊക്കെ കൊണ്ടുവന്ന്. പക്ഷേ ഹാബേൽ ഒരു കുഞ്ഞാടിനെയാണ് കൊണ്ടുവന്ന്. കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? ദൈവസന്നിധിയിൽ കുഞ്ഞാട് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. കരമുയരുന്നില്ലല്ലോ. സിലുവപുരത്തെ ദൈവമക്കളെ, ചർച്ച് കൂട്ടത്തിൽ വന്നിട്ട് ഒരു പാട്ടേ പാടിയോളോ സ്വർഗം സന്തോഷിക്കണം. ഒരു ഹല്ലേലൂയായെ കൊടുത്തോളൂ സ്വർഗം സന്തോഷിക്കണം. അന്യഭാഷ പറയുമ്പോൾ നിന്റെ കുടുംബത്തിന് പോരാടുന്ന അന്ധകാര ശക്തികൾ മാറിക്കോണം. ഒന്നേ ആരാധിച്ചോളൂ സ്വർഗം മഹിമപ്പെടണം. ഒന്നേ കരമടിച്ചോളൂ സ്വർഗം സന്തോഷിക്കണം. ഒന്നേ പ്രാർത്ഥിച്ചോളൂ ദേശത്ത് മൂടുന്ന അന്ധകാര ശക്തികൾ അടർന്നു മാറണം. അതിന്റെ പേരെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. സ്വോത്രം. തമിഴ്നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല. കേരളത്തിലെ ആരാധന എന്താണെന്നറിയാമോ? ഈ ചുണ്ണാമ്പ് വെറ്റിലയ്ക്കകത്ത് ശാമ്പാശ്രയ ചുണ്ണാമ്പ് തേക്കുന്നല്ല ഇപ്പോൾ കേരളത്തിലെ ആരാധന. കയ്യടിയൊന്നുമില്ല. അത് മാത്രമല്ല, ഇവിടെ സഭായോഗത്തിൽ ഞങ്ങളുടെ നാട്ടിൽ 10:30 സഭായോഗം, 12:30 ആശീർവാദം പറയുന്നതിനെ വിട്ട് പിൻവാതിൽ കൂടെ ആൾക്കാരും പോകും. സ്വോത്രം. കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് അടുത്ത കാര്യം, പാട്ടിന് ആൾ വരത്തില്ല. 8 മണിക്ക് ആൾക്കാർ വരും, 9:15 തീരും. കർത്താവ് അറിഞ്ഞുകൊണ്ടാ ദേവശോഭനം പാസ ഈ കോവിഡിനെയൊക്കെ വിട്ടിരിക്കുന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ. എല്ലാം ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ആരെ? സ്വന്തം സഹോദരൻ ഹാബേലിനെ കായി വെട്ടിക്കൊന്നു. അപ്പോൾ സ്വർഗം കായിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കായിനേ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ കായിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. കേട്ടോണേ, കായിൻ പറഞ്ഞു, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുതപിക്കുന്നു. ആ കാലത്ത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആദമിൻ്റെ തലമുറയിൽ 7-ാമൻ. അവൻ്റെ തലമുറ മെതുശലേഖ്. മെതുശലേഖിൻ്റെ തലമുറ ലാമെക്ക്. ലാമെക്കിൻ്റെ തലമുറയായി ഒരുവൻ വന്നു, നോഹ. അപ്പോൾ നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? ആരും ഇത് പ്രസംഗിക്കത്തില്ല, കേൾക്കണം. നോഹയുടെ കാലത്ത് മോള് വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 6:1-2 ഭൂമിയിൽ വായിച്ചിട്ട് മോളെ ഉൽപ്പത്തി 6:1-2 വായിക്കാം. ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. അടുത്തത്, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഏദനിൽ വെച്ച് സ്വർഗം പറഞ്ഞ ഒരു ദിവസം 1000 സംവത്സരമാ. 5 അധ്യായം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോള് ചിന്നമ്മ സിസ്റ്റർ ചുരിദാറിന്റെ കൈ വെട്ടോൾ ഒറ്റ വെട്ട് 120 സംവത്സരമാക്കി സ്വർഗത്തിലെ ദൈവം. കാര്യമെന്താ? ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം കല്യാണമില്ലാത്ത കാലമായി. സ്വോത്രം. നോഹയുടെ കാലത്ത് തുടങ്ങാൻ കാര്യതാ, ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുത്തു. ആ കാലമല്ലേ ഇന്നത്തെ കാലം? സന്തോഷമില്ലല്ലോ. ഇന്നത്തെ കല്യാണം ഇവിടെ എല്ലാവരും കേൾക്കണം. ഇന്നത്തെ കല്യാണം, സ്തോത്രം, ഒരു പെങ്കൊച്ചും ചെറുക്കനും കല്യാണം കഴിച്ചാൽ കന്യാകുമാരി വണ്ടി പോലെ അവളെ കളിക്കുക, അവളെ ഇറങ്ങും, അവൻ കുഴിത്തറ ഇറങ്ങും. അന്ന കാലമാണ് ഇന്നത്തെ കാലം. സ്തോത്രം. അതുകൊണ്ട് സ്റ്റേജിൽ ഞാൻ ഈ കല്യാണം നടത്തുന്ന ആളല്ല. എൻ്റെ വിദ്യാഭ്യാസവും വിവരവും കൊണ്ട് പലരും എന്നെ കല്യാണത്തിന് സ്തോത്രം മെസ്സേജ് കൊടുക്കാൻ വിളിക്കും. ഞാൻ കാനാവിലെ കല്യാണം ബാക്കിയെല്ലാം പറയും. ലാസ്റ്റിൽ ഈ 2 കുഞ്ഞുങ്ങളോടും അല്പശബ്ദം താഴ്ത്തി നാട്ടുകാർ കേൾക്കെ പറയും, മുന്നോട്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ ഉത്തരവാദിയല്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മുന്നോട്ട് അവർ ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അഡ്വാൻസ് ജാമ്യം എടുക്കും, മുൻകൂർ ജാമ്യം. സ്വോത്രം. ഇന്നത്തെ പട്ടക്കാരും ഏത് പെരിയ ബോധകർ വന്നാലും അവർ പറയും, കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾ സംയോജിക്കുന്ന മുന്നോട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ റെഡിയല്ല. കാലം മോശമായി. അങ്ങനെ ഒരു കാലമാ ഇന്നത്തെ വിവാഹം. ഇന്നത്തെ വിവാഹം ആര് നടത്തും? അതിൻ്റെ പരിപാടിയാ ഓൺലൈൻ. സ്വോത്രം.
സിലുവൈപുരത്തിരിക്കുന്ന പെങ്കൊച്ച് പാലക്കാട്ടിരിക്കുന്നവനെ ഒറ്റ ലൈനിൽ കൊണ്ടുവരും. സ്വോത്രം. ബ്രോക്കറും വേണ്ട, മനോരമയും വേണ്ട, ഒന്നും വേണ്ട. സ്വോത്രം. അതിൻ്റെ അർത്ഥമാ കമ്പ്യൂട്ടർ കല്യാണം നടത്തും. മന്ത്രകോടി ആര് കൊണ്ടുവരും? പോത്തീസ് കൊണ്ടുവരും. ചാപ്പാട് എവിടെ കിട്ടും? പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കിട്ടും. സ്വോത്രം. പാസ്റ്ററോട് ചോദിക്കോ, വീട്ടുകാരോട് ചോദിക്കോ, കാര്യം ചോദിക്കോ. ലൈവ് പോയാലും കുഴപ്പമില്ല. കേരളത്തിൽ ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ കേൾക്കണം. അല്പ തമാശയായാലും കുഴപ്പമില്ല. കേരളത്തിൽ ഞാനിപ്പോൾ ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുക, കേൾക്കണം. അപ്പം ഞങ്ങളുടെ സഭയിൽ ഒരു നല്ല അച്ചായൻ, ചിന്തിക്കുക, തോമാച്ചായൻ അച്ചായൻ വന്ന് എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ കാര്യങ്ങളും കൈവിടപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, എന്താ അച്ചായ വിഷയം? എൻ്റെ മോള് ടെക്നോ പാർക്കിൽ എഞ്ചിനീയർ ആയിരുന്നു. അവളിപ്പം ദുബായിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് കമ്പനിയാ, കാര്യങ്ങളെല്ലാം കൈവിട്ടിരിക്കുക. ഞാൻ തോമാച്ചായനോട് പറയും, LDF വരും, എല്ലാം ശരിയാകും, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. സ്വോത്രം. ഒന്ന്, അഡ്വാൻസ്. എനിക്കൊരു നല്ല റെമ്യൂണറേഷൻ, നമ്മുടെ സെൻട്രൽ പാസ്റ്റർക്ക് നല്ല റെമ്യൂണറേഷൻ, പിന്നെ ഏത് സഭയിലും കേരളത്തിൽ ഉടക്കുണ്ടാക്കുന്ന 1-2 കാണും. സ്വോത്രം. അവർക്കൂടെ കവർ തന്നാൽ കാര്യം റെഡി. ഒന്നാമത്തെ ആഴ്ചയിൽ ഞാനൊരു സാമ്പിൾ ഇങ്ങനെ യോഗത്തിൽ പറയും, സഭായോഗത്തിൽ. നമ്മുടെ തോമാച്ചാൻ്റെ മകൾ ലിജി ദുബായിലുള്ളൊരു പയ്യനുമായിട്ട് വളരെ സ്നേഹത്തിലാണ്. അവരും രക്ഷിക്കപ്പെട്ടവനാ, അതുകൊണ്ട് സഭ അംഗീകരിക്കണം. അപ്പോൾ ഈ ഉടക്ക പാർട്ടികൾക്ക് അഡ്വാൻസ് കവർ കിട്ടിയുകൊണ്ട് അവർ പറയും, പാസ്റ്റർ നല്ല കാര്യം, അത് നീട്ടിക്കൊണ്ട് പോകേണ്ട. സ്വോത്രം. 2ാമത്തെ ആഴ്ചയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. 3ാമത്തെ ആഴ്ചയിൽ ഒന്നുകൂടെ സഭയെ പറയും. 4ാമത്തെ ആഴ്ച പറയും, ഇത്രാം തീയതി വിവാഹം. പെങ്കൊച്ചെവിടാ? ടെക്നോ പാർക്ക്. ചെറുക്കൻ എവിടെയാ? ദുബായിൽ. സ്വോത്രം. എല്ലാം കേട്ടോണം, കൊയറുകാരും കേട്ടോണം. അപ്പോൾ 2 പേർക്കും വരാൻ സമയമില്ല. 2 പേരും IT എഞ്ചിനീയേഴ്സാണ്. ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ നമ്മുടെ പാറശാലയോ അല്ലെങ്കിൽ ഉദയംകുളങ്ങര കല്യാണ മണ്ഡപം പോലൊരു കല്യാണ മണ്ഡപം ശരിയാക്കും. പെണ്ണിൻ്റെ വീട്ടുകാരെയും വരുത്തും, ചെറുക്കൻ്റെ വീട്ടുകാരെയും വരുത്തും. ഇപ്പോൾ ഹെബ്രോൻ TV ശുഭലാൽ വാസു കൊടുക്കുന്ന ഒരു ലൈവും കൊണ്ടുവരും. സന്തോഷമില്ലല്ലോ? ഒരു ലൈവിൻ്റെ ക്യാമറ ടെക്നോ പാർക്കിലോട്ട് ലൈവ് കൊടുക്കും. അപ്പം പെൺകുട്ടി എന്തോ ലൈന് വരും. മറ്റേ ക്യാമറ ദുബായിലുള്ള ചെറുപ്പക്കാരൻ ജോസിനും കൊടുക്കും, നടുക്ക് ഞാനും വരും. അപ്പോൾ ജനം ഇരിക്കുക, ഇവിടെ പെൺകൂട്ടർ, ഇവിടെ പയ്യൻ വീട്ടുകാർ. ഞാൻ ഉടനെ ലൈവ് വന്നിട്ട് കുഞ്ഞുങ്ങൾ 2 പാട്ടൊക്കെ പാടും. കുഞ്ഞുങ്ങൾ പാടിയുള്ള അനുഗ്രഹത്തിന് അധിപതിയൊക്കെ പാടുമ്പോൾ പെരിയ പാസ്റ്ററായിരിക്കുന്ന ഞാൻ ഈ മകളോട് ചോദിക്കും, മോളെ ലിജി, ഓൺലൈനിൽ ദുബായിൽ കാണുന്ന ഈ ചെറുപ്പക്കാരൻ്റെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവൾ പറയും, യെസ് പാസ്റ്റർ. ഞാൻ അടുത്ത കാര്യം കൂടെ പറയും. സ്വോത്രം. കേട്ടോണം, വളരെ ക്ലിയറായി. അപ്പോൾ ഇനിയുള്ള കാലം നിങ്ങൾ സുഖമായി സന്തോഷമായി സുഖത്തിലും ദുഃഖത്തിലും പ്രതിസന്ധികളിലും ഈ മോനെ കട്ടൻ ചായ ഇട്ട് കൊടുത്ത് നിനക്ക് ജീവിക്കാൻ കഴിയുമോ? യെസ്. അപ്പം ഞാൻ പറയാം, ആ കമ്പ്യൂട്ടർ ഒന്ന് ഞെക്കിയാൽ ഒരു ലൈറ്റ് കാണട്ടെ, എല്ലാവരും. സ്വോത്രം. ഒറ്റ ഞെക്ക്. സ്വോത്രം. അപ്പോൾ എല്ലാം കാണും. സബ്സിക്വൻറ്റ് ദെൻ ഡയറക്റ്റഡ് ടു ദുബായ്. അവൻ മീഡിയ സിറ്റിയിലിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് പറയും, മോനെ ജോസേ, നിനക്ക് ഞങ്ങളുടെ ചർച്ചിൽ തോമാച്ചാൻ്റെ മകൾ ലിജിയെ വിവാഹത്തിന് ഒരു വധുവായി സ്വീകരിക്കാൻ തയ്യാറാണോ? അമ്മോൻ പറയും, തയ്യാറാണ്. ആ സമയത്ത് ഞാൻ പറയും, കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസമെങ്കിലും മരണം വേർപിരിക്കുന്നവർ തക്ക തുണയായി നിനക്ക് അവളെ പോറ്റാൻ കഴിയുമോ? ഉടനെ അവൻ സന്തോഷത്തോടെ പറയും, യെസ് പാസ്റ്റർ. ഞാൻ പറയാം, ബട്ടണൊന്ന് ഞെക്കിയാക്കാൻ. ഇവർ 2 പേരും ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് വെച്ച് ഞാനും ഒരു ലൈറ്റ് അങ്ങ് ഞെക്കും. ഉടനെ ആ സമയത്ത് കുഞ്ഞുങ്ങളൊരു പാട്ട്, ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ. സ്തോത്രം. എവിടം വരായി? കമ്പ്യൂട്ടർ കല്യാണം, മന്ത്രകോടി പോത്തീസ്, പാറശാല ഷീലേന്ന് നിങ്ങൾക്ക് ആഹാരവും കിട്ടും. സ്തോത്രം. ആ കാലമായില്ലയോ? കേട്ടോണേ, ഇനിയുള്ള കാര്യം കേട്ടോണം. ഇതിനു വേണ്ടിയായി പ്രസംഗം. കേട്ടോ, എല്ലാം വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. ദാ കിടക്കുന്നു. ദൈവം വെച്ച വിവാഹം ഇന്നൊറ്റ രാഷ്ട്രങ്ങളിലുമില്ല. അമേരിക്കയിൽ 51 സ്റ്റേറ്റാ, അവിടെ വിവാഹമില്ല. അതിൻ്റെ പേരാ ലിവിങ് ടുഗദർ. മനസ്സിലായവർക്കായി. ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും, സ്തോത്രം, എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇഷ്ടമുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കാം. 2 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്കൊരുമിച്ച് ജീവിക്കാം, വേണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. കാലം മാറിയില്ലേ? വിവാഹമില്ലാത്ത കാലം. അടുത്തത് എല്ലാവരും കേൾക്കണം. ഒന്നിച്ച് താമസിക്കുന്നു മലയാളി പെൺകുട്ടികൾ. ഇതിൻ്റെ പേര് ലെസ്ബിയൻ. ദാ കിടക്കുന്നു. ഏറ്റവും നിർണായകമായി മലയാളി പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന എല്ലാം കേൾക്കണം. അന്ത്യകാലം എടുത്തുപോയി. ദൈവം ലോകത്തെ ശിക്ഷിക്കാൻ പോവാം. അത് കഴിഞ്ഞ് വിൻസെൻ്റ് ബ്രൂണോ കത്തോലിക്ക സഭയുടെ പള്ളിയിൽ വെച്ച് 2 അച്ചായന്മാർ കല്യാണം നടത്തിയെന്ന്. നാടൻ ഭാഷ അവറാച്ചായന് തോമാച്ചായൻ മണവാട്ടി, അന്നമ്മയ്ക്ക് ചിന്നമ്മ മണവാട്ടി. സ്വോത്രം. അത്രയും കാര്യമായി. കേട്ടോണം. ലെസ്ബിയൻ ഗൈ മാരേജ്. എല്ലാവരും കേൾക്കണം. നിങ്ങളിത് കേൾക്കാൻ വേണ്ടി പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. ലൈൻ പോയാലും കുഴപ്പമില്ല. ദാണ്ടേ സ്വവർഗ വിഭാഗം. ഫ്രാൻസ് കത്തോലിക്ക സഭയുടെ കേന്ദ്രമാണ്. അവിടെ സ്വവർഗ വിഭാഗത്തിന് അവിടെയും പിന്തുണ. കേട്ടോണം. നിയമം മാറാൻ പോവാ.
ബാക്കി വാക്യം ഞാൻ വായിക്കുന്നില്ല. അമേരിക്കയിൽ US പച്ചക്കൊടി. ഇനി അടുത്ത കാര്യം കേട്ടോണേ. ഓസ്ട്രേലിയയിൽ ആദ്യ സ്വർഗ വിവാഹം. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി. കണ്ണിന് കണ്ണുള്ളവരും സൗന്ദര്യമുള്ളവർ. ദാണ്ട് അത് കഴിഞ്ഞാൽ ദാ കിടക്കുന്നു അപ്പുറത്ത് മാർത്താണ്ടത്ത് ഇഷ്ടം പോലെ കോളേജ് കിടക്കുക. എഫ്രേമും സണ്ണും ഇറച്ചിപ്പാലത്ത് കരിങ്കല്ല് ബേദലഹയും എത്ര കോളേജുണ്ട്. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. സ്വോത്രം. നിങ്ങൾ ചൊവ്വായി നിങ്ങാണ്ട് ഇവിടെ നാഗർകോവിൽ വന്ന സ്വോത്രം. കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് ഇത്രയും കാര്യം അറിയാം. സ്വോത്രം. ഇതാ കിടക്കുന്നു 21 വയസ്സുള്ളൊരു പയ്യൻ, 18 വയസ്സുള്ളൊരു പെൺകുട്ടി കളിക്കാവിളെ ഒരു വീടെടുത്ത് താമസിച്ച് കോടതിയിൽ നിന്ന് ഒരു 3000 രൂപയുടെ ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചാൽ പാളുകൽ പോലീസ് സ്റ്റേഷനിലെ CIക്കോ പോലീസിനോ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇഞ്ചക്ഷൻ ഓർഡർ ഒരു വക്കീലിനെ കണ്ട് 3000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. 21 വയസ്സ് പയ്യൻ, 18 വയസ്സ് പെൺകുട്ടി ഒരുമിച്ച് താമസിക്കാം. കല്യാണം വേണ്ട. ഒരു പോലീസുകാർക്കും പറ്റത്തില്ല. അതിൻ്റെ ലൈസൻസ് കേരളത്തിലുമായി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ലിവിങ് ടുഗദർ. ദാണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ദാ കിടക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് മാരേജ് ലോകത്തിൽ. ഇനി അടുത്തത് കർത്താവ് ലോകത്തെ തീർക്കാൻ പോവുക. അവിടം വരെ എത്തിക്കഴിഞ്ഞു. കോടതി മുറി. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ദാണ്ട് 2 ചേച്ചിമാർ ഒരുമിച്ച് താമസിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കണം ഇപ്പോൾ നടന്ന സംഭവം. ഈ ഇലക്ഷന് മുമ്പിട്ട് എന്താണെന്നറിയാമോ? ഇലക്ഷന് മുമ്പിട്ട് ഒരു കാര്യം കേൾക്കണം. എന്താ സംഭവം? 3 പെൺകുട്ടികൾ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് സ്വർഗ വിവാഹം വേണം. അപ്പം അതിനവർ പറഞ്ഞൊരു കാര്യം, 38ാമത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസിൽ സ്വർഗ വിവാഹം. 38 രാജ്യങ്ങൾ സ്വർഗ വിവാഹം അംഗീകരിച്ചു. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്. ജഡ്ജിയുടെ മുമ്പിൽ ഈ പേപ്പർ കൊണ്ടുവന്നു. ജഡ്ജി എല്ലാം വായിച്ചു നോക്കി. പേപ്പർ ഒപ്പിടാൻ പോയപ്പോൾ രാഷ്ട്രീയക്കാർ ഏതു ആവട്ടെ, BJPയുടെ അറ്റോർണി ജനറൽ ജഡ്ജിയോട് അവിടെ എഴുന്നേറ്റ് എന്നൊരു കാര്യം പറഞ്ഞു. സാറേ, ശമ്പളം തരുന്നത് ഈ പെമ്പിള്ളാരല്ല, ഗവൺമെൻറ്റാ ശമ്പളം തരുന്നത്. അതിനോട്ട് മാറ്റാൻ പറഞ്ഞു. അറ്റോർണി ജനറൽ പറഞ്ഞത് ഇന്ത്യ സുപ്രീം കോടതി, ഇന്ത്യ ആർഷഭാരതം, ഇവിടെ ഒരു വിഭാഗമേ ഉള്ളൂ, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന്റെ സ്ത്രീ. കരമുയർത്തിയാട്ടെ. അതുകൊണ്ട് ഇന്ത്യയിലെ വിഭാഗം മാറ്റിവെച്ചത്. സ്തോത്രം. ഇനി സംഭവിക്കുന്നത് എന്താ? മക്കളില്ലാത്തൊരു കാലം ഇവിടെ വരാൻ പോവുക. സ്തോത്രം. അങ്ങനെ ഒരു കാലം ഇവിടെ വരാൻ പോവുക. ഇന്ന് അതിലൊരു പെൺകുട്ടി മലയാളിയാണ്, അവൾ ക്രിസ്ത്യാനിയാണ്. സൗരന്മാർ കേൾക്കണം, സിസ്റ്റർമാർ കേൾക്കണം. അവൾ ഇന്നാൾ ഒരു മലയാളം ചാനലിൽ വന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന്, ഇനി ഞങ്ങൾ കോടതി അപ്പീൽ പോകുന്നു. മോളെ, നീ പോകണ്ട, കർത്താവ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഈ ലോകത്തെ ദൈവം തീർക്കാൻ പോവാ. അതിന് മലയാളത്തിൽ ഒരു ഭാഷ പറയും, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണിമാമ ഇനി പെരക്കകത്ത് പോയി കത്തിയെടുക്കത്തില്ല, അരകല്ലിൻ്റെ ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് തീർക്കും. സ്വോത്രം. അതിനാ പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നല്ല കാലമെല്ലാം പോയില്ലയോ? തമിഴ്നാട് എനിക്കറിയത്തില്ല, കേരളത്തിൻ്റെ കാര്യം പറയാം. സർവത്ര കൊലപാതകം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ആമസോണിൻ്റെ കവറിനകത്തിട്ട റോഡിലെറിഞ്ഞത്. കൊച്ചി. രണ്ടാമത്തെ കാര്യം കേൾക്കണം. കൊച്ചിയിൽ വേറൊരു സംഭവം നടന്നു. എന്താ കാര്യം? ഒരു ഭർത്താവ് ഭാര്യ അയാളെ കളഞ്ഞിട്ട് വേറത്തിൻ്റെ കൂടെ പോയി. 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. അവനൊരു ഡിമാൻഡ് വെച്ച് ഈ കുഞ്ഞിനെ കൊല്ലണം. ഈ പെങ്കൊച്ചു അവനോട് കതവിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിനെ ഞെരിച്ചു. എന്നിട്ട് ആശുപത്രി കൊണ്ടുവിട്ടറിഞ്ഞു കുഞ്ഞ് കതവിൻ്റെ ഇടയ്ക്ക് വീണതെന്ന്. അവർ വിട്ടില്ല, 2 അകത്താക്കി. കുഞ്ഞ് മരിച്ചുപോയി. ഇതിൻ്റെ അപ്പനെ തേടി പോലീസ് കേരളത്തിൽ മൊത്തം പരസ്യം കൊടുത്തു. 1.5 മാസം ഈ കുഞ്ഞിൻ്റെ ബോഡി കളമശ്ശേരി ഫ്രീസറിൽ വെച്ചിരുന്നു. നാട്ടുകാർ കേൾക്കണം. ഇതിനെ അടക്കാൻ കൊണ്ടുവന്നപ്പോൾ കൊച്ചി പോലീസ് കമ്മീഷണർ ഈ കുഞ്ഞിൻ്റെ മുഖം, ഒരു ആൺകുഞ്ഞ്, 1.5 മാസമുള്ള കുഞ്ഞ് ഫ്രീസറിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു പോലീസ് ഓഫീസർ കരഞ്ഞിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഒരു കളിപ്പാട്ടം എടുത്ത് ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി പെട്ടിക്കകത്തിട്ട് കളഞ്ഞു പോലീസ് ഓഫീസർ. എന്തൊരു കാലമായി പോയി കേരളം. അത് കഴിഞ്ഞിട്ട് ഇനി കേൾക്കണം. സ്വോത്രം. അടുത്തതെന്താ? അടുത്തതും കേൾക്കണം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സിംഗിൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, പൂവാർ, തിരുവനന്തപുരം ജില്ല പൂവാർ, 3 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റ് കാശ് മേടിച്ചത് അമ്മ. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന്. എന്തൊരു കേരളം! ചേട്ടൻ അനിയനെ, അപ്പൻ മകനെ, സഹോദരൻ സഹോദരനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാലം. എന്തൊരു കാലമായി കഴിഞ്ഞു. തമിഴ്നാടും കുറവല്ല. ഇവിടെ ഒരു അടുത്തൊരു സ്ഥലമുണ്ട്, സ്വോത്രം. അതുകൊണ്ട് വിവാഹത്തിനൊക്കെ പോകുമ്പം ചെറുപ്പക്കാർ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ബാലിബന്മാർ പിള്ളേകളിരിക്കുന്നത്
ആവശ്യമില്ലാത്ത പെങ്കൊച്ചുങ്ങളുടെ കൂട്ടുകൂടാൻ പോയാൽ മോനെ നിൻ്റെ കാര്യം പെരുവഴിയാ, സന്തോഷമില്ലല്ലോ. ഇവിടെ പലകലിലൊരു പയ്യനുണ്ടായിരുന്നു, സ്വോത്രം. അവൻ്റെ ചേട്ടൻ എനിക്കറിയായിരുന്നു. അവൻ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരുമായിരുന്നു. അവന് മത്തമ്പാലയിലുള്ളൊരു പെങ്കൊച്ചുമായിട്ട് നല്ല അടുപ്പായിരുന്നു. അവിടെ പേരാ ഗ്രീഷ്മ, വല്ലവർക്കും അറിയാമോ? സ്വോത്രം. അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം എന്ത് കഷായം കൊടുത്തോ കോട്ടയ്ക്കൽ കൊടുത്തോ അവനെ റെഡിയാക്കി. സന്തോഷമില്ലല്ലോ സ്വോത്രം. നിങ്ങളുടെ അടുത്ത് സ്വോത്രം. ഈ മരിച്ച പയ്യൻ്റെ ചേട്ടൻ എൻ്റെ പ്രസംഗം കേൾക്കാൻ സ്ഥലം വരുന്നതാ. പളുകലും കൊടവിളാകും, അത് കഴിഞ്ഞിട്ട് ആലമ്പാറ, ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വരുന്നതാ. അവൻ്റെ ചേട്ടൻ ആവശ്യമില്ലാത്തൊരു പെങ്കൊച്ചുമായിട്ട് കമ്പനിക്ക് പോയത് മത്തമ്പാലക്കാർ ഗ്രീഷ്മയായിട്ട് പോയി അവനെ ശരിയാക്കി കളഞ്ഞു. സ്വോത്രം. അവൻ്റെ ചെറുപ്പക്കാർ പിള്ളേരോട് ഇവിടെ പറയാം, ബാലിവന്മാർ കണ്ട പെൺപിള്ളാരുടെ പുറകെ പോകരുത്, ഗ്രീഷ്മ തന്നോലെ വല്ല കഷായവും നിനക്ക് തരുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം. സ്വോത്രം. കാലം മോശം, അതുകൊണ്ട് ഇതിനകത്ത് വീണു പോകരുത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യനെ കൊല്ലുന്നു. ബൈബിളിലൊരു വാക്യമുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. കരമുയർത്തുന്നവർക്കായി അപ്പൻ മക്കള്, മക്കൾ അപ്പന്, ഹല്ലേലൂയ, പിഞ്ചു കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ബക്കറ്റിട്ട് കൊല്ലുന്നു. ദുഷ്കാലം. ഇതായിരുന്നു നോഹയുടെ കാലം. നോഹയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ ഒരു പെട്ടകത്തെ ഉണ്ടാക്കണം. എന്താ പെട്ടകത്തെ ഉണ്ടാക്കണം? അതിനകത്ത് സകലരെയും കയറ്റുവാൻ. നോഹ പ്രസംഗിച്ചു, ആരും കയറിയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. മോള് വായിച്ചാട്ടെ. ഉൽപ്പത്തി 7:11. ബൈബിൾ സൺഡേ ക്ലാസ്സിൽ ഇരിക്കുന്ന അവസാനം കാര്യം പിടിയിട്ടു. അടുത്ത വാക്ക് വായിക്കാം. ഉൽപ്പത്തി 7:11 വായിച്ചാട്ടെ. ഉൽപ്പത്തി 7:11. നോഹയുടെ ആയുസിൽ. ഇതാണ് ബൈബിൾ. നോഹയുടെ ആയുസിൽ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു. അന്ന് ആദ്യമായിട്ട് സുനാമി അടിച്ചത്. കേട്ടോണേ. ഇവിടെ കൊല്ലങ്കോട് തേങ്ങാപട്ടണം ഇരിക്കുന്ന ദൈവമക്കളെല്ലാം കേട്ടോണം. ആദ്യമായിട്ട് സുനാമി അടിച്ച 2004 ഡിസംബർ 26-ലല്ല. എല്ലാവരും ഒരു കാര്യം കേൾക്കണം. അപ്പോൾ സുനാമി അടിച്ചത് നോഹയുടെ കാലത്ത് ആഴിയുടെ ഭണ്ഡാരഗൃഹം തുറന്നു. ആ വാക്ക് മോള് മാറ്റല്, നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നാ സുനാമി തുടങ്ങി? ആഴിയുടെ ഭണ്ഡാരഗൃഹം. നിങ്ങളുടെ തൊട്ടടുത്തായി കൊല്ലങ്കോട്, പൂവാറ്, പഴവഞ്ചാല് കടലുകാരൻ കണ്ടിട്ടുണ്ട്. കടലിനകത്ത് തിരമാലയല്ല, കടലിനകത്ത് 33,000 അടി വെള്ളം സൂക്ഷിക്കുന്ന സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് കേൾക്കണം, ബൈബിളും സയൻസും. ഇവിടെ ദാണ്ട് ഈ പെട്രോൾ പമ്പുകളുണ്ട്, ഇന്ത്യൻ ഓയിലും അതുപോലെ BP പമ്പുകൾ. ദാണ്ട് സെൽവപുരം, ഊരമ്പിലെല്ലാം. പമ്പിനകത്ത് ചെല്ലുമ്പോൾ അല്പം നിങ്ങൾക്ക് എണ്ണയടിക്കും. ഈ പമ്പിൽ എണ്ണ കിടക്കുന്ന എവിടെ? അതിൻ്റെ താഴെ സുന്ദരമായ ടാങ്കറിനകത്താ കിടക്കുന്നത്. അതുപോലെ ആഴിയുടെ ഭണ്ഡാരഗൃഹം 33,000 അടി താഴ്ച വെള്ളം കിടപ്പുണ്ട്. ഇന്ന് ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. പണ്ടൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പയ്യനെ ഒരു വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നു, വീട്ടുപണിക്ക്. അവനെ കൊണ്ടുവന്ന് അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉള്ളു. യവൻ രക്ഷിക്കപ്പെട്ട പൈതലാം. എവിടേക്ക് ഹല്ലേലൂയ, സ്വോത്രം 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 ഇത് പറയും. അപ്പച്ചനും അമ്മച്ചി അവനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുന്നു, ഹല്ലേലൂയ സ്വോത്രം പറയുന്നു. സ്വോത്രം. അപ്പോൾ അവൻ ഒരു ഗതിയിൽ അവിടെ നിൽക്കണം. അവരൊരു കാര്യം പറഞ്ഞു, ഇനി ഹല്ലേലൂയ സ്വോത്രം പറഞ്ഞാൽ നീ വീട്ടിന് പുറത്താണ്. ഒരു ദിവസം രാവിലെ നല്ല പേപ്പർ വന്ന്, ഏതോ ഒരു പേപ്പർ, അതിനകത്ത് ശാസ്ത്രലോകം യവൻ വായിച്ചപ്പോൾ സ്വോത്രം, യവൻ ഒരു ഹല്ലേലൂയ, ഇടിവെട്ട് ഹല്ലേലൂയ സ്വോത്രം. ഉടനെ അപ്പച്ചനും അമ്മച്ചിയും ചോദിച്ചു, നിന്നോട് നാളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹല്ലേലൂയ പറയും, നീ എന്തിനാ പേപ്പർ വായിച്ചിട്ട് ഹല്ലേലൂയ പറയുന്നത്? അപ്പോൾ ആ പേപ്പർ അപ്പച്ചനെ കാണിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ, എൻ്റെ പാപം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മുക്കിയ കർത്താവിനെ ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ ഹല്ലേലൂയ പറയാതിരിക്കും? നടക്കുന്നത് എൻ്റെ കഠിന പാപത്തെ ആഴിയുടെ അന്തരംഗത്തിൽ മുക്കിയതാ. അതുകൊണ്ട് അയ്യോബിനകത്തൊരു കാര്യമുണ്ട്, അവൻ വിട്ടയച്ചാൽ ഭൂമിയെ കീഴ്മേൽ മറിക്കും. അതാ സുനാമി. സുനാമി നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് മിണ്ടുന്നില്ല നല്ലൊരു അപ്പച്ചൻ പോയി. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ M. പൗലോസ് രാമേശ്വരം. കേട്ട ആരെങ്കിലും ഉണ്ടോ? ചിലർ കണ്ടും കാണും. സ്വോത്രം. അത് രാമേശ്വരം കടലിടുക്കിന്റെ തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ സഭ. ഒരു ഞായറാഴ്ച രാവിലെ സുനാമി, ശനിയാഴ്ച വൈകിട്ട് കർത്തൃദാസൻ നിത്യതയിൽ പോയി. എനിക്ക് നല്ല പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാം 5 മരങ്കാലയിൽ വെള്ളറടയിൽ എന്നെ വളരെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു രാമേശ്വരം M. പൗലോസ് പാസ്റ്റർ. എല്ലാവരും കേൾക്കണം. ഒരു ശനിയാഴ്ച വൈകിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നാളെ രാമേശ്വരത്ത് എന്തോ നടക്കാൻ പോകുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം സഭക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി, ജൂനിയർ പാസ്റ്റർമാരെല്ലാം വിളിച്ചു കൂട്ടി. അന്ന് മുഴുരാത്രി പ്രാർത്ഥന. എവിടെ? രാമേശ്വരം M. പൗലോസ് പാസ്റ്റർ ചർച്ചിൽ. അത് സുനാമി ാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. സ്വർഗം അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, നാളെ എന്തോ സംഭവിക്കാം, ജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ. ജനം ഉണർന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് എന്താ സംഭവിച്ചതെന്നറിയാമോ?
ദൈവകുഞ്ഞുങ്ങൾ കേൾക്കണം. 9:30 മണിക്ക് രാമേശ്വരത്ത് ആരാധന നടക്കുമ്പോൾ രാമേശ്വരത്തെ കടൽ തിരമാലകൾ പൊങ്ങി. അതിനകത്ത് പൗലോസ് എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. അവരുടെ ചർച്ചിന്റെ തൊട്ടടുത്ത് വരെ തിരമാല വന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം അകത്ത് കയറാതെ രാമേശ്വരത്തെ കടലിന്റെ തിട്ടകളും മുഴുവൻ സുനാമി വിഴുങ്ങിയപ്പോൾ ആരാധിക്കുന്നവരുടെ കണ്ണുനീരിന്റെ നടുവിൽ ഒരു തുള്ളി വെള്ളം പോലും ചർച്ചിനകത്ത് കടക്കാതെ കാത്ത് പരിപാലിച്ചവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. இந்த காலை நேரத்தில் இந்த സഭയിൽ ഒക്കാരിക്കുന്ന അരുമயான ദൈവപിള്ളകളെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് എന്ന് പറയണം, ഒരനർത്ഥം എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. സ്തോത്രം. എന്നാ സുനാമി അടിച്ചത്. സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം 1 സുനാമി, 2 ആകാശത്തിന്റെ കിളിവാതിൽ. വായിച്ചിട്ട് മോളെ, രണ്ടാമത്തെ കാര്യം വായിച്ചട്ടെ, അടുത്ത വാക്യം 7:11 ആഴിയുടെ ഭണ്ഡാരഗ്രഹം, ആകാശത്തിന്റെ കിളിവാതിലും തുറന്നു. അപ്പൊ മേലെന്നും മഴ, താഴെന്നും മഴ. അന്ന് സംഭവിച്ച ഒരു സംഭവം, മേഘവിസ്ഫോടനം. മേഘം കൂട്ടിയിടിച്ചു. അത് നോഹയുടെ കാലത്താ. ഇപ്പൊ എവിടെ കൂട്ടിയിടിച്ചു? ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനം. അത് കഴിഞ്ഞ് 2015 മറ്റാന്ന് തോന്നുന്നു ചെന്നൈ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? ചെന്നൈയിലെ പ്രളയം, കരമുയരുന്നില്ലല്ലോ. പത്രം വായിച്ചവർ. സ്വോത്രം. ഞാൻ അന്ന് ചെന്നൈയിൽ ദേവശോഭന ഭാഷ കൊണ്ടിരിക്കുന്നത്, ഞാൻ വില്ലിവാക്കം ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് പോയി. ഈ പ്രളയം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം വീടിന്റെ കളറെല്ലാം മാറി. അവിടെ ഞാൻ അവരോട് ചോദിച്ചു, അയ്യാ എന്താ? അപ്പം പറഞ്ഞു, വെള്ളമെല്ലാം മുങ്ങിപ്പോയി. അതായിരുന്നു ചെന്നൈ. 1 ഉത്തരാഖണ്ഡ്, ചെന്നൈ. കഴിഞ്ഞ ദിവസം എല്ലാവരും കേൾക്കണം, കർത്താവിന്റെ വരവ് അടുത്തുപോയി. കഴിഞ്ഞ ദിവസം കളമശ്ശേരി കൊച്ചിയിൽ മേഘവിസ്ഫോടനം, 100 സെന്റിമീറ്റർ മഴ. പിന്നെ നിങ്ങളുടെ മക്കൾ വെളിനാട്ടിലിരിക്കുന്നത് 75 വർഷത്തിന് ശേഷം ദുബായ് പ്രളയത്തിൽ മുങ്ങി. കരമുയർത്തുന്നവർക്കായി പത്രം വായിച്ചവർ 75 വർഷത്തിന് ശേഷം 257.5 മഴയാ ദുബായിൽ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവം ആരെ കണ്ടോ? മറുതലിക്കുന്നവനെ മുഴുവൻ ന്യായം വിധിച്ചു. തീപ്പട്ടി പോലെ ദുബായ് പ്രളയത്തിനകത്ത് കാറ് കിടന്ന് കറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അബുദാബിയിലും അലൈനും, നിങ്ങളുടെ വെളിനാട്ടിൽ പിള്ളേരെടുത്ത് ചോദിക്കണം, അവിടെ ആകാശത്ത് നിന്ന് ഐസ് മഴ പെയ്തു. ഐസ് മഴ, ആകാശത്ത് നിന്ന് ഐസ് കട്ട. രാവിലെ നോക്കിയപ്പോൾ ഒറ്റ കാറിന്റെ ഗ്ലാസ്സില്ല, സകലതും തകർന്നു പോയി ആകാശത്ത് നിന്ന്. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, ഹിമത്തിന്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? സ്വോത്രം. എത്ര ക്ലിയറായി അന്ത്യകാലത്തിലേക്ക് ലോകം. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച അനവധി പേർ ഗൾഫിൽ ടീച്ചറാ. അതിലൊരു ചെറുപ്പക്കാരൻ ഒരു വീടിൻ്റെ മേളിൽ നിന്നിട്ട്, ടെറസിൻ്റെ മേളിൽ നിന്നിട്ട് എനിക്കൊരു പടം അയച്ചു തന്നു. ഞാൻ വിചാരിച്ച ടെറസിൻ്റെ മേളിൽ കയറി ഹല്ലേലൂയ പറയാൻ നിൽക്കുവാന്ന്. അപ്പം അവൻ പറയാ, ഹെലികോപ്റ്ററിനകത്ത് പൊതി വരും കാത്ത് നിൽക്കുകയെന്ന്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഹെലികോപ്റ്ററിനകത്ത് ബ്രെഡും പൊതിയും വരും. ദുബായ്. സ്വോത്രം. ദാ കണ്ടോ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും മേഘവിസ്ഫോടനം. അങ്ങനെ